ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ കൊടുത്ത നിർണായകമായ മുന്നറിയിപ്പുകളിൽ ഒന്ന്, നീ എന്നെ കുഴിയിൽ ചാടിക്കുകയാണ്, നീ കാരണമാണ് ഞാനതൊക്കെ അനുഭവിക്കുന്നത്, അതുകൊണ്ട് നിർത്തിക്കോളൂ എന്നാണ്. പക്ഷേ വീണ്ടും അതിഗുരുതരമായ സാഹചര്യം ട്രംപിന് വിനയായി വരുന്ന വിധത്തിൽ ഇസ്രായേലിന്റെ സമ്മർദ്ദങ്ങൾ യുദ്ധത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ യഥാർത്ഥ ശക്തിയെ തീരെ വില കുറച്ച് കണ്ടതിനാണ് ഇപ്പോൾ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും ഒപ്പം ഇസ്രായേലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും ഒടുവിൽ ട്രംപ് പറഞ്ഞൊരു വാക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും: ഇറാന്റെ ഏതാണ്ട് 90% മിസൈൽ കേന്ദ്രങ്ങളും ഞങ്ങൾ തകർത്തു. ഇനി ഇറാനെ സംബന്ധിച്ച് അല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഏതാണ്ട് 30-ലധികം തവണ ട്രംപ് പല ഘട്ടങ്ങളിലായി ട്രൂത്ത് സോഷ്യലിലൂടെ വാക്കുകളായി എഴുതിയതും ഒപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ വീരവാദമായി പറഞ്ഞതും ഒക്കെ കൂട്ടിയാൽ ഏതാണ്ട് 30-ലധികം തവണ ട്രംപ് ഇറാന്റെ കരുത്ത് ചോർന്നു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് നെതന്യാഹു ആദ്യഘട്ടത്തിൽ ഇറാന്റെ മുഴുവൻ കഴിവുകളും അവസാനിച്ചിരിക്കുന്നു, ഇറാന് മിസൈലുകൾ തൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും തകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറാൻ ആക്രമിക്കാൻ പാടില്ല. പക്ഷെ ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങളുടെ ലിസ്റ്റ് നോക്കുക. ഏതൊക്കെ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ ആക്രമണം നടത്തിയത്? ജോർദാൻ, കുവൈറ്റ്, UAE, ബഹ്റൈൻ, ഒപ്പം ഖത്തറിന് നേരെ പോലും ആക്രമണ ശ്രമം നടന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഏതാണ്ട് 20-നും 25-നും ഇടയിൽ വരുന്ന പല രാജ്യങ്ങളിലെയും സൈനിക കേന്ദ്രങ്ങളിലേക്ക് നിർത്താതെയുള്ള മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ഇറാൻ നടത്തി. അതിൽ ബഹ്റൈനിലേക്ക് ഡ്രോൺ അയച്ചത് കൃത്യമായ ഒരു സ്ഫോടന ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ചു എന്നും പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലിലേക്ക് ഏതാണ്ട് 30-ലധികം മിസൈലുകൾ തുടർച്ചയായി തൊടുത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഇത് മുഴുവൻ ഡിഫെൻഡ് ചെയ്തു എന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിൽ നിന്ന് ഒരിക്കലും സത്യസന്ധമായ അല്ലെങ്കിൽ കൃത്യമായി അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തേക്ക് വരാറില്ല. കാരണം അവിടെ വലിയ തോതിൽ സെൻസർഷിപ്പ് ഉണ്ട്. അവിടെ ജനങ്ങൾക്ക് അവിടെ സംഭവിച്ചിരിക്കുന്ന തന്ത്രപ്രധാനമായ മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന സ്ഫോടനങ്ങൾ അടക്കം ദൃശ്യങ്ങൾ പകർത്തുന്നതിനോ അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനോ അവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് പോലും അവിടെ നടക്കുന്ന യഥാർത്ഥ ആക്രമണങ്ങളെ തുടർന്നുണ്ടായ ആഘാതങ്ങൾ പുറത്തു വരുന്നതിന് പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് ആക്രമണം നടന്നു എന്ന് മാത്രമേ നമ്മൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അവിടെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ മിസൈലുകൾ പൂർണ്ണമായി തകർക്കപ്പെട്ട ഒരു രാജ്യം, അതങ്ങനെയാണല്ലോ ഇറാനെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. അതായത് സൈനികമായി ഒന്നുമല്ലാതാക്കപ്പെട്ട ഒരു രാജ്യം, അല്ലെങ്കിൽ മിസൈലുകൾ പൂർണ്ണമായി ഇല്ലാതായിട്ടുള്ള ഒരു രാജ്യം. ആ രാജ്യമാണിപ്പോൾ തുടർച്ചയായിട്ട് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേലിലേക്കും ഹോർമുസ് കടലിടുക്കിലേക്കും ഒക്കെ ആക്രമണം നടത്തുന്നത്. ഈ ബഹ്റൈനിലെ 5-ാം കപ്പൽ പടയ്ക്ക് നേരെ പോലും ആക്രമണം നടത്താൻ ഇറാന് ധൈര്യമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ തകരുകയോ തളരുകയോ ഏതെങ്കിലും തരത്തിൽ നിർവീര്യമാക്കപ്പെടുകയോ ഇറാന്റെ ആയുധശേഷി ഇല്ലാതാവുകയോ മിസൈൽ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ക്ലെയിമുകളൊക്കെ വ്യാജമാണ് എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പൂർണ്ണമായും മിസൈലുകൾ തകർക്കപ്പെട്ട ഒരു രാജ്യം തുരുതുരാ മിസൈലുകൾ അയക്കുകയാണ്. ഈ മിസൈലുകൾ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ നേരെ കലക്കി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലല്ലോ. അത് നിർമ്മിക്കാൻ സമയം വേണം. അപ്പൊ അത്രയും സമയം ഇറാൻ ഈ യുദ്ധ സാഹചര്യത്തിൽ എന്തായാലും ഇല്ല. ഉണ്ടായിരുന്നത് ഈ വെടിനിർത്തൽ കാലയളവിൽ ഇറാൻ പുതുതായിട്ട് മിസൈലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് മിസൈലുകൾ ഇറാൻ ഇതോടകം തൊടുത്തുവിടുകയാണ്. അതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ആ മിസൈലുകൾ ഇറാന്റെ മിസൈൽ സിറ്റികളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളവയാണ്. ആ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നത്. അതായത് ഇറാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരിയായിരുന്നു, ഇറാന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായി കൃത്യമായിരുന്നു. ഏറെക്കാലം യുദ്ധം ചെയ്യാനുള്ള സകല സന്നാഹങ്ങളും കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും അമേരിക്കയെയും അതുപോലെ ഇസ്രായേലിനെയും വെല്ലുവിളിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ നോക്കുക, ബഹ്റൈനിലേക്ക് നടന്നിട്ടുള്ള ആക്രമണത്തിൽ അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആക്രമിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ F-35 വിമാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു.
അതുപോലെ കഴിഞ്ഞ ദിവസം ഹോർമൂസിൽ അപ്പാച്ചെ ഹെലികോപ്റ്റർ, അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇറാഖ് അഫ്ഗാൻ അധിനിവേശ സമയങ്ങളിൽ അമേരിക്ക ഉപയോഗിച്ചിരുന്ന അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ, ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും വലിയ ആക്രമണങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്താൻ കഴിവുള്ള സന്നാഹങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള അത്രയും പ്രീഷ്യസ് ആയ അവരുടെ ഹെലികോപ്റ്ററാണ് ഹോർമുസിൽ ഇറാൻ അതിവേഗത്തിൽ ചിഹ്ന ഭിന്നമാക്കിയത്. അതിന് ഇറാൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ ഒരു ചെറിയ ഡ്രോണും കുറച്ച് വെടിക്കോപ്പുകളുമാണ്. അത് അമേരിക്കയ്ക്ക് ലോകത്തിന് മുന്നിൽ വലിയ നാണക്കേടുണ്ടാക്കി. ആരെക്കൊണ്ടും തകർക്കാൻ കഴിയാത്ത, ഇത്രയും കാലം അങ്ങനെ തകർന്ന ചരിത്രമില്ലാത്ത തങ്ങളുടെ പ്രസ്റ്റീജിയസ് ആയ ഒരു ഹെലികോപ്റ്റർ ഇറാൻ തകർക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ അത്രയും കരുത്താർജിച്ചു നിൽക്കുകയാണ് എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. ഇറാൻ ദാ ഇപ്പത്തീരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിനെ സംബന്ധിച്ച് ആ നീക്കം ആസ്ഥാനത്തുള്ള അടിയായിരുന്നു എന്നാണ് പറയേണ്ടി വരിക. ഇക്കഴിഞ്ഞ ഞായറാഴ്ച 30 മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തു. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇറാന്റെ മിസൈൽ ശേഷി തകർന്നാൽ അത് കഴിയുമോ? അതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. അതുപോലെ തന്നെ നോക്കുക, ഇറാനെ പരിപൂർണമായി, ഇറാന്റെ ആണവശേഷി കഴിഞ്ഞ വർഷം നടന്ന 12 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിന് കാരണമായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണം, ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിന് ശേഷം ട്രംപ് പറഞ്ഞത് ഇറാന്റെ ആണവശേഷി പരിപൂർണമായി തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലും അത് അതുപോലെ ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ തന്നെ ഉണ്ട് എന്ന് ഈ യുദ്ധകാലയളവിൽ അമേരിക്ക തന്നെ കണ്ടെത്തുന്നതാണ്. ഒപ്പം ഇറാൻ അവരുടെ മിസൈൽ സിറ്റികൾ ഒന്നൊന്നാകെ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇസ്രായേലിലേക്ക് നിരന്തരമായി ഇറാന്റെ പല വലുപ്പത്തിലും നീളത്തിലും ഒരുപാട് പ്രഹരശേഷി കൂടിയതും കുറഞ്ഞതും ഒക്കെയായ മിസൈലുകൾ നിരന്തരമായി സഞ്ചരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും പറയുന്നതല്ല യഥാർത്ഥത്തിലുള്ള ഇറാനെ പൂർണ്ണമായും വില കുറച്ച് കാണുകയായിരുന്നു അമേരിക്കയും ഇസ്രായേലും. അവരുടെ ഒരു നീക്കങ്ങളും കണ്ടെത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയുന്നില്ല. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് പോലെയേ അല്ല ഇറാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്യാധുനികമായ ഡ്രോണുകളാണ് ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ, അവരുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹെലികോപ്റ്റർ ഇറാൻ അതിവേഗത്തിൽ തകർക്കുന്നത്. അതുപോലെ അമേരിക്കയുടെ അടക്കം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് കുവൈറ്റിലെ എയർപോർട്ടിലേക്ക് പോലും ഡ്രോണുകൾ എത്തുന്നത്. ഇതിനിടയിൽ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം ആക്രമിക്കപ്പെടുന്നു. ഇവിടെയൊക്കെ ഇറാന്റെ വ്യത്യസ്തങ്ങളായ ഡ്രോണുകളുടെ സാന്നിധ്യം, പെട്ടെന്ന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത, കണ്ടെത്താൻ കഴിയാത്ത ഡ്രോണുകളുടെ സാന്നിധ്യം, എന്നാൽ പ്രഹരശേഷി കൂടിയ പേലോഡ് വഹിക്കാൻ കഴിയുന്ന ഡ്രോണുകളുടെ സാന്നിധ്യം സജീവ ചർച്ചാ വിഷയമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒമാനിൽ 2 അമേരിക്കൻ പടക്കപ്പലുകൾ ഒമാൻ ഉൾക്കടലിലൂടെ ഹോർമുസ് തീരത്തേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനെ തിരിച്ചറിഞ്ഞ് ആക്രമിച്ച് തുരത്തിയത് ഇറാനാണ്. നോക്കുക, ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം എത്ര തവണയാണ് അമേരിക്കയും ഇസ്രായേലും നിരന്തരമായി ഇറാന്റെ കഴിവ് നഷ്ടപ്പെട്ടു, ഇറാൻ ഇല്ലാതായി എന്നെല്ലാം പറയുന്നത്. പക്ഷേ നിരന്തരമായി ഇറാൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഇറാൻ തളർന്നിട്ടില്ല, ഇറാൻ തകർന്നിട്ടില്ല, ഇറാൻ ഏതെങ്കിലും തരത്തിൽ പിന്മാറാനോ ഭയപ്പെടാനോ ഉള്ള സാഹചര്യവുമില്ല. തിരിച്ചടി അതിശക്തമായി അവർ കൊടുക്കുകയാണ്. ഇത് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ ശേഷി കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇറാന്റെ പിടിച്ചു നിൽക്കലിൻ്റെയും പ്രതിരോധത്തിൻ്റെയും കരുത്തിൻ്റെയും മറ്റൊരടയാളം നോക്കുക. ഈ വർഷം ഫെബ്രുവരി 28-ാം തീയതി ഒറ്റയടിക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി അടക്കം ഏതാണ്ട് 48ഓളം പേരെയാണ് അമേരിക്കയും ഇസ്രായേലും വധിച്ചത്. അതിൽ തന്നെ അവരുടെ സൈനിക വിഭാഗത്തിലെ പ്രബലരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അവരുടെ പരമോന്നത നേതാവുണ്ടായിരുന്നു, തന്ത്രപ്രധാനമായ തസ്തികകളിലുള്ളവരുണ്ടായിരുന്നു, പലതരത്തിലുള്ള ഓപ്പറേഷനുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കമാൻഡർമാരുണ്ടായിരുന്നു. ഇത്രയധികം ആളുകൾ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നെ ഇറാന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും നടത്തിയത്. മറ്റേതൊരു രാജ്യവുമായിരുന്നുവെങ്കിലും ഇതോടകം ഒന്നുകിൽ അമേരിക്കയുടെ കാലിൽ വീഴുകയോ അല്ലെങ്കിൽ പരിപൂർണമായി തകർന്നടിഞ്ഞ് ഒരു ഭരണമാറ്റത്തിന് വിധേയമാവുകയോ ചെയ്തിരുന്നേനെ. പക്ഷേ ഇറാൻ അതിനൊന്നും സജ്ജമാകാതെ ഈ പ്രതിസന്ധികളെയും, ഇത്രയും ഗുരുതരമായ പ്രതിസന്ധികളെയും
അതിജീവിച്ച് ശക്തമായ തിരിച്ചടി കൊടുക്കുകയാണ് ചെയ്തത്. ഇറാന്റെ ഭൂമിയിൽ ഏതാണ്ട് 31 പ്രവിശ്യകളുണ്ട്, മേഖലകളുണ്ട്. അവിടെയൊക്കെ ഇൻഡിപെൻഡന്റ് കമാൻഡേഴ്സ്, കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉണ്ട്. അതൊക്കെ ഇറാൻ ഈ ആക്രമണത്തിന് ശേഷം ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലെങ്കിൽ ശക്തമാക്കിയതാണ്. അപ്പൊ ഇതിനെയൊക്കെ പരിപൂർണമായി തകർത്തെറിയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടപ്പുള്ള കാര്യമല്ല എന്നു തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും വിചാരിക്കുന്നത് പോലെ വളരെ വേഗത്തിൽ ദേ പോയി ദാ വന്നു എന്ന മട്ടിൽ ഇറാനെ ഒരിക്കലും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തിരിച്ചറിയുകയാണ്. പക്ഷേ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. യുദ്ധം പിടിവിട്ട് നിൽക്കുകയാണ്. ഇറാനെ വരിഞ്ഞുകെട്ടാൻ ഇനി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരിക്കലും കഴിയുകയില്ല. ഇറാനാണെങ്കിൽ അതിശക്തമായ പ്രഹരം തുടങ്ങിയും കഴിഞ്ഞിരിക്കുന്നു. എന്തും സംഭവിക്കാവുന്ന നിർണായകമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.